അങ്ങനെ 6 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ വീട്ടിലേക്ക് പൂരം കാണാൻ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ട് ഇല്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ കസിൻസും എല്ലാവരും ഒന്നിച്ച് പാടവരമ്പത്തിൽ കൂടെ നടന്നു പോവാണ് കേട്ടോ. അമ്മയുടെ വീട് പാടവരമ്പത്തായതുകൊണ്ട് തന്നെ വയലോര മേഖലയിലായതുകൊണ്ട് തന്നെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു വലിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ. അമ്മ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തന്നെ പൂരങ്ങളുടെ ആഘോഷമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാവരും നമ്മുടെ പാടവരമ്പത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കും നമ്മൾ ഓരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ മാംഗോ ബാറും ചോക്ക ബാറൊക്കെ വാങ്ങിച്ച് കഴിക്കുക, ഇതൊക്കെ ഒരു പതിവുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇരുട്ടായപ്പോഴാണ് കുറേ സാധനങ്ങൾ ഇങ്ങനെ ലൈറ്റ് എത്തുന്നത് കണ്ടത്. അപ്പോഴേക്കും എൻ്റെ ചെക്കനെ ഇളകി തുടങ്ങി എന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ ആനകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നിട്ട് ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നിട്ട് ഒരു 10-15ഓളം ആനകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ അവിടെ ആൾക്കുറവുള്ളത്. അങ്ങനെ അതൊക്കെ വാങ്ങി വന്നപ്പോൾ എൻ്റെ മകൻ വേറൊരു സാധനം കണ്ടെത്തിയിരിക്കുന്നു, കൊട. അങ്ങനെ അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഞാനല്ല, എൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിടിച്ച് അവൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോ ദേശത്തു നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ വരും, അതായത് തെയ്യം അതുപോലുള്ള ഓരോ കലാരൂപങ്ങൾ വരും. വൈബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൂരങ്ങളുടെ നാടായ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നല്ല അടിപൊളിയാണ് ആഘോഷം എന്ന് പറയുന്നത് കേട്ടോ. നല്ല വൈബ് അടിച്ചിരിക്കാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ ചെറുതായിട്ടൊരു സാമ്പിൾ വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഗംഭീര വെടിക്കെട്ടിന് ഞാൻ കാത്തിക്കാതെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. നേരെ വീട്ടിലേക്ക് പോയി. വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പൂരമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.